ഒരു പഴയ കഥയാണ് കേട്ടോ. സുന്ദരനായ ആരോഗ്യവാനായ കുതിര യജമാനൻ്റെ പെറ്റായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. രക്ഷപ്പെടാൻ ആവുന്നതും ശ്രമിച്ചു. പക്ഷേ കിണറ്റിലെ ദുർഗന്ധവും ഇരുട്ടും കുതിരയെ ആകെ തളർത്തിക്കളഞ്ഞു. അവസാനം വീണുപോയി. യജമാനൻ രാവിലെ മുതൽ കുതിരയെ രക്ഷപ്പെടുത്താനായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏറെ ചെന്നിട്ടും കഴിയാഞ്ഞതുകൊണ്ട് തളർന്നുപോയ വീണുപോയ കുതിരയെ ഇനി പുറത്തെടുത്ത് കുഴിച്ചിടുക എന്ന് പറയുന്നത് ദുഷ്കരമായതുകൊണ്ട് ഭൃത്യന്മാരോട് കുതിരയെ അതിൽ തന്നെ മൂടിയേക്കാൻ ആവശ്യപ്പെട്ട് മടങ്ങിപ്പോയി. രാവിലെ ജനാലയിൽ കൂടെ പുറത്തേക്ക് നോക്കിയ യജമാനൻ കാണുന്നത് ജീവനോടെ പുറത്തു നിൽക്കുന്ന കുതിരയാണ്. രാത്രി പുറത്തേക്ക് മണ്ണ് വന്ന് വീണപ്പോൾ അല്പമായി ബോധം വീണ കുതിര മെല്ലെ മണ്ണ് കുടഞ്ഞു കളഞ്ഞ് അതിൽ ചവിട്ടി ചവിട്ടി പുറത്തെത്തുകയാണ്. പ്രതിസന്ധികൾ നമുക്ക് വരുമ്പോൾ അതിനെയൊക്കെ ചവിട്ടുപടിയാക്കി മുന്നേറുന്നവർക്കാണ് പ്രകാശത്തിലേക്ക് വീണ്ടും എത്താൻ കഴിയുന്നത്. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പൊട്ടക്കിണറ്റിൽ വീണ കുതിരയിൽ നിന്ന് നാം പഠിച്ചതുപോലെ കൊറോണയിൽ നിന്നും പലതുമുണ്ട് പഠിക്കാൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബന്ധനത്തിൻ്റെ കാലഘട്ടമാണ് കൊറോണ കാലം. അത് നമുക്ക് ചുറ്റും മാത്രമല്ല, നമ്മുടെ ഉള്ളിലേക്കും ചില കാഴ്ചകൾ തുറന്നു തരുന്നുണ്ട്. ചിലർക്കുണ്ടാകുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും പകർന്നു കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്രദമാണ്. അങ്ങനെയുള്ള ഒരു കൊറോണ കാലമാണ് നമ്മുടെ തിരുമേനിയപ്പച്ചൻ്റേത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിൽ അനുഗ്രഹീതരെ, കൊച്ചു കൂട്ടുകാരെ, ഇന്ന് എൻ്റെ കൊറോണ കാലം എന്ന വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുഞ്ഞു കുഞ്ഞ് അനുഭവങ്ങൾ ഈ കൊറോണ കാലത്ത് എനിക്കുണ്ടായി. അത് കൊച്ചു കൂട്ടുകാരുമായി പങ്കുവയ്ക്കുന്നത് വളരെ സുന്ദരമായ ഒരനുഭവമല്ലേ. എൻ്റെ കൊറോണ കാലം ഒന്ന്, ഇത് അടച്ചുപൂട്ടലിൻ്റെ കാലം എന്നാണല്ലോ പൊതുവെ പറയാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്തത് ശരിയാണ്. പുറത്തോട്ടുള്ള യാത്ര വളരെ വളരെ കുറഞ്ഞു. ആളുകളുമായി ബന്ധപ്പെടുവാനുള്ള അവസരങ്ങൾ നന്നേ വിരളമായി, നേരിട്ട് ബന്ധപ്പെടുവാൻ. എന്നാൽ അതേസമയം വേറൊരു വശത്തു നിന്ന് നോക്കുമ്പോൾ എനിക്കത് അടച്ചുപൂട്ടലിൻ്റെ കാലമല്ല, തുറവിയുടെ കാലമാണ്. അതെങ്ങനെ? ഒന്ന്, ആധ്യാത്മികമായി ഒരു തുറവിയുടെ കാലം. രണ്ട്, പ്രകൃതിയോട് അടുത്ത് ചെന്ന് ഇടപഴകാനുള്ള, അതിനോട് സംവദിക്കാനുള്ള ഒരു കാലഘട്ടമായി. അങ്ങനെ ആധ്യാത്മികമായി പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്നും ജീവിതത്തെ കൂടുതൽ ബന്ധിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തുറവിയുടെ കാലം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. തിരുവനന്തപുരം പൗടിക്കോണം മാതാമറിയം ആശ്രമമാണ് എൻ്റെ വീട്. ഒരേക്കറിൽ ചെല്ലുവാനും സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഭവനമാണ് ഞങ്ങളുടേത്. അക്കാരണത്താൽ തന്നെ എനിക്കെപ്പോഴും മുറിയിൽ തന്നെ കഴിയേണ്ടി വരുന്നില്ല. ഞങ്ങളുടെ മുറ്റത്ത്, ഞങ്ങളുടെ കൊച്ചു പുരയിടത്ത് അവിടെയെല്ലാം ചുറ്റിക്കറങ്ങാനും അവിടെയുള്ള എല്ലാറ്റിനെയും പരിചരിക്കാനും മാത്രമല്ല, ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ടെറസിൽ ചെന്ന് നിന്നുകൊണ്ട് കിഴക്കോട്ട് നോക്കിയാൽ പശ്ചിമഘട്ടം, പടിഞ്ഞാറോട്ട് നോക്കിയാൽ അറേബ്യൻ കടൽ, പശ്ചിമഘട്ടത്തിൽ നിന്ന് വരുന്ന കാറ്റ്, കടലിൽ നിന്ന് വീശുന്ന ഇളം തന്നെ,
അങ്ങനെ സുന്ദരമായ ഒരു സ്ഥലമാണ് ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല ഒട്ടും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു നല്ല കുന്നാണ് പവടിക്കോണം മാതാ ആശ്രമം സ്ഥിതി ചെയ്യുന്ന കുന്ന്. ഇതിന് പുതുക്കുന്ന് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കത് അമ്മയുടെ എല്ലായ്പ്പോഴുമുള്ള സാന്നിധ്യമുള്ള നിർമ്മലയായ അമ്മയുടെ കുന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് നിർമ്മലഗിരി എന്ന് പേരിട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ എത്ര വർഷമായി? കുറേ വർഷമായി ഇവിടെ സ്ഥിരതാമസമായിട്ടില്ല. അരമന തിരുവനന്തപുരം ഉള്ളൂരാണെങ്കിലും മിക്കവാറും താമസം ഞാനിവിടെയാവും. എന്നാൽ ഇപ്പോഴാണ്, കൊറോണ കാലത്താണ് ശരിക്കും ഇത് ആസ്വദിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ പറയട്ടെ ആമുഖമായി. രണ്ടാമത് ആധ്യാത്മികതയിലേക്കുള്ള തുറവിയാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എൻ്റെ ജീവിതം ആധ്യാത്മികമാണ് എന്ന് പറയണം. എന്നാൽ അതേസമയം ഭദ്രാസനപരമായ ഭദ്രാസന കാര്യാലയവുമായി ബന്ധപ്പെടുന്ന ഒത്തിരി കർത്തവ്യങ്ങളുണ്ട്. അതോടൊപ്പം ശുശ്രൂഷകൾ നിറവേറ്റുവാനും മറ്റ് സഭയുടെ ഔദ്യോഗിക കാര്യങ്ങളിൽ സംബന്ധിക്കുവാനുമുള്ള യാത്രയുമുണ്ട്. ചില സന്ദർഭങ്ങളിൽ യാത്രയാണ്. അതിൽ നിന്നൊക്കെ ഒഴിവായി സ്വസ്ഥമായി ശാന്തമായി ആരാധനാനുഷ്ഠാനങ്ങൾ നിഷ്ഠയോടെ നടത്തുവാനുള്ള സാവകാശവും അതിനുള്ള പ്രത്യേകമായ അന്തരീക്ഷവും ഈ കൊറോണ കാലത്ത് ഉണ്ടായി. ആധ്യാത്മികമായ ഒരു പുതുക്കം ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നാണ് ഞാൻ ആത്മപരിശോധന ചെയ്യുമ്പോൾ തിരിച്ചറിയാനാവുക. അതൊരു നല്ല കാര്യമായി ഞാൻ കാണുന്നു. കൊറോണ കാലത്ത് ആധ്യാത്മികമായ പുത്തൻ കുഞ്ഞു അനുഭവങ്ങളിലേക്ക് മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും തിരിപ്പിക്കുവാൻ, ആ തലത്തിലേക്ക് കൂടുതൽ അഗാധമായി ചെന്നു ചേരുവാൻ ഒരളവ് വരെ സാധിച്ചു എന്നുള്ളത് ഒരു തുറവിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത് പ്രകൃതിയിലേക്കുള്ള ഒരു തുറവിയായിരുന്നു. അത് ഈ കേൾക്കുന്ന പലരും ഒരുപക്ഷെ അത് പരീക്ഷിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഞങ്ങൾക്ക് 1 ഏക്കർ പുരയിടമുണ്ടെന്ന് പറഞ്ഞല്ലോ. കുറച്ച് കെട്ടിടമുണ്ട്, അതൊഴിച്ച് ബാക്കിയുള്ള സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ പച്ചക്കറിത്തോട്ടം ഉണ്ട്, കൊച്ചു പൂന്തോട്ടമുണ്ട്. അവിടെയെല്ലാം നടന്ന് വെള്ളമൊഴിച്ചും വളമിട്ടും കളപറിച്ചും കിളച്ചും ചെത്തിയും ഒക്കെ അധ്വാനിച്ച് അങ്ങനെ ഒരു കാലഘട്ടം. ഞങ്ങൾക്ക് കോവലുണ്ട്, പയറുണ്ട്, തക്കാളിയുണ്ട്. അങ്ങനെ തുടങ്ങി കൊച്ചു പച്ചക്കറി തോട്ടത്തിലെ സസ്യങ്ങൾ, അവയെല്ലാം ഓരോ ദിവസവും ഞാൻ ചെന്ന് കാണും. കൊച്ചു കിന്നാരം പങ്കുവയ്ക്കും, സന്തോഷിക്കുന്നുണ്ട്. ഈ പച്ചക്കറി തോട്ടത്തിലെ ഓരോ സസ്യങ്ങളും എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. നന്നായി കഴിവത്ര ഞാനും എന്നോടൊപ്പമുള്ള സഹോദരങ്ങളും ചേർന്ന് ഞങ്ങൾ അവയെ പരിചരിക്കുന്നു. സുന്ദരമായ ഒരു അനുഭവമായി ഞാൻ കാണുകയാണ്. ഉണങ്ങി തുടങ്ങിയ കോവൽ തയ്യ് അതിനെ പരിചരിച്ച് അതിന് പന്തലിട്ട് അത് പടർന്ന് കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങിയിട്ട്, വിഭവങ്ങൾ വാങ്ങിയിട്ട്, മിക്കവാറും ഞങ്ങളുടെ പറമ്പിലെ പച്ചക്കറി വിഭവങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങനെ നിർവഹിച്ചു പോവുകയാണ്. അതൊരു സുന്ദരമായ കാര്യമായി ഞാൻ കാണുന്നു. അതുപോലെ തന്നെ മറ്റു കുഞ്ഞു അനുഭവങ്ങളുണ്ട്. വളരെ ക്ഷീണിച്ചു പോയ സസ്യങ്ങളും കൊച്ചു വൃക്ഷങ്ങളും പരിചരിച്ച് നന്നാക്കുവാൻ, അങ്ങനെ നന്നാവുന്നത് കണ്ട് അതിൻ്റെ സന്തോഷം ഇലകളിലൂടെയും
പൂക്കളിലൂടെയും പുഷ്പങ്ങളിലൂടെയും ഒക്കെ വിടരുന്നത് നേരിട്ട് കാണുവാൻ അതൊരു തീർച്ചയായും അവാച്യമായ ഒരനുഭവമാണെന്നുള്ളതിന് സംശയം. ഉദാഹരണം, ഞങ്ങളുടെ പറമ്പിൽ ഒരു കുഞ്ഞു നാരകമുണ്ട്. ഇന്ന് വരെ അതൊരു 6-7 നാരങ്ങ മാത്രമേ, വലിയ കമ്പിളി നാരകമാണ്, ഒരു 6-7 നാരങ്ങ മാത്രമേ അത് വിളയിച്ചിരുന്നുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? അതിനടുക്കിലേക്ക് ചെന്ന് അതിൻ്റെ മൂടൊന്ന് വൃത്തിയാക്കി അതിൻ്റെ ചുറ്റും തൊണ്ട ഒക്കെ പാകി തണുപ്പ് ലഭിക്കുന്നതിന് വേണ്ടി. നല്ല ഉണക്കായിരുന്നല്ലോ ഈ മഴക്കാലത്തിന് മുമ്പ്. വെള്ളമൊഴിച്ച് ചാണകമിട്ട് മറ്റു വളവും ഇട്ട് പരിചരിച്ചപ്പോൾ ഞാൻ കണ്ടതെന്തെന്നോ, നാരകം മുഴുവനും ഒത്തിരി നാരങ്ങ വിളഞ്ഞ് അതിൻ്റെ പാകമാകുമ്പോൾ എത്ര ആസ്വാദ്യമായിരിക്കും. അല്ല, അതിനു മുമ്പ് തന്നെ അത് കാഴ്ചയ്ക്ക് എത്ര ഭംഗിയായിരിക്കുന്നു. ഒരു സുന്ദരമായ അനുഭവമാണ്. നാരക വൃക്ഷത്തിന് ഞാൻ സുഫല എന്ന് പേരിട്ടു. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവർ എന്ന അർത്ഥത്തിൽ. അങ്ങനെ സുഫലയും സുസ്മിതയുമുണ്ട് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ. കുഞ്ഞു കൂട്ടുകാർ ഒന്ന് വരുന്നോ? ഒന്ന് കാണുമോ? സുസ്മിതയും സുഫലയും തീർച്ചയായും നിങ്ങളെ സ്വാഗതം ചെയ്യും. സുസ്മിതയോ? ആരാണ് സുസ്മിത? കാത്തിരിക്കുക. സുസ്മിതയുടെ വിശേഷങ്ങൾ അടുത്തയാഴ്ച. ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ്-19 അത് നമുക്ക് മറികടന്ന് പോയേ മതിയാകും. അതിലൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നല്ല, ഒരു വ്യക്തിക്ക് കുടുംബത്തിന് ഒക്കെയാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ഒരു മുന്നറിയിപ്പുകളും വകവയ്ക്കാത്ത ചിലർ നമ്മോടൊപ്പമുണ്ട്. അവരെ ബോധവൽക്കരിക്കാൻ കൊച്ചുകൂട്ടുകാരെ നമുക്കും ബാധ്യതയുണ്ട്. ഒരു തിരിച്ചറിവ് വളരെ വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കോവിഡ്-19 കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിടേ. ഞാൻ റെഡി ആയിട്ടോ. ആ ചേട്ടൻ ഇരിക്കേ, ഇപ്പൊ കൊണ്ടുവരാം. പിള്ളേർ എണീറ്റില്ലേ? അവർക്ക് ഓൺലൈൻ ക്ലാസ് 10 മണിക്കേ ഉള്ളൂ. കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ പിള്ളേര്. ഈ ഓൺലൈൻ സംവിധാനം എന്തായാലും നന്നായി. പിള്ളേര് സേഫ് ആയിരിക്കുമല്ലോ. ഓ, അപ്പൊ പിള്ളേരുടെ സേഫ്റ്റിയെ കുറിച്ചൊക്കെ അറിയാല്ലേ? ചേട്ടൻ എന്ത് മണ്ടത്തരങ്ങളായി കാട്ടിക്കൂട്ടണേന്ന് അറിയാവോ? ഞാൻ ഉദ്ദേശിച്ചത് മുൻകരുതൽ. അതാണ്. ചിരിക്കാനല്ല. രാവിലെ നടക്കാൻ പോകുന്നുണ്ടല്ലോ, ആ മാസ്ക് ഒന്ന് വെച്ചാൽ എന്താ കുഴപ്പം? രാവിലെ പോലീസുകാരൊന്നും റോഡിൽ കാണത്തില്ലടി. അല്ല, പോലീസുകാർക്ക് വേണ്ടിട്ടാണ് ചേട്ടൻ മാസ്ക് വെക്കുന്നത്? ആ ജംഗ്ഷനിലെ കടയിൽ നിന്ന് രാവിലെ ചായം കുടിക്കാറുണ്ടല്ലോ. ഇതൊക്കെ എത്ര അപകടമാണെന്ന് ചേട്ടൻ അറിയാവോ? സോപ്പ്, മാസ്ക്, സമൂഹ വ്യാപനം, പിന്നെന്താ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതൊക്കെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കൊറോണ പിടിക്കാൻ വിധിയുണ്ടെങ്കിൽ പിടിച്ചിരിക്കും, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ അവസ്ഥ വന്നാ അതിനെക്കുറിച്ച് ചേട്ടൻ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്നുവെച്ചാ ചികിത്സിച്ച ഭേദമാവൂന്ന് ഉറപ്പില്ല. ഒരു ദുരന്തം സംഭവിച്ച പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു കൊണ്ടുപോകും നേരെ ശ്മശാനത്തിലേക്ക്. ബാക്കിയുള്ളവർക്കൊന്ന് കാണാൻ പോലും കിട്ടില്ല. ഒരു മരണ സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടും. നിങ്ങൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ താങ്ങാൻ കഴിയോ നിങ്ങൾക്ക്?
ആ അണ്ണാ, എന്താടേ? ആ മാസ്ക് ഒക്കെ എടുത്തൊന്ന് വെയ്യണ്ണ. മാസ്ക് ഒക്കെ നീ അങ്ങ് വെച്ചാ മതി, ആ വൃത്തിയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ഓ ചെമ്മൻ തന്നെ. ആ ചേട്ടാ, ആ സോപ്പ് അവിടെ ഇരിപ്പുണ്ടേ, കൈയൊക്കെ നന്നായിട്ട് കഴിവെക്കണേ. സോപ്പൊക്കെ ഞാൻ കുളിക്കുമ്പോ എടുത്തോളാം, പഠിപ്പിക്കല്ലേ, അത് നടക്കട്ടെ. ഡേയ് പടിയടേ. നീ ചെയ്. ചേട്ടാ, ടിഫിൻ എടുത്ത് വച്ചിട്ടുണ്ടേ ബാഗില്. ആ മാസ്കും സാനിറ്റൈസറും കൂടെ ഒന്ന് എടുത്ത് വെച്ചോ. ഇതു മക്കള് ഗേറ്റിന് പുറത്തിറങ്ങാതെ നോക്കണം. പിന്നെന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ വിളിച്ചാ മതി, വൈകുന്നേരം വരുമ്പോ വാങ്ങാം. ചേട്ടൻ ഇറങ്ങിക്കോ, ബസ് വരാറായില്ലേ? എന്നാ ശരി. തിരിച്ചറിവിന്റെ ഈ യാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. അത് ഇടയ്ക്ക് വെച്ച് മുറിയാതിരിക്കട്ടെ. ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയായ ഈ കൊച്ചു കേരളത്തിൽ സർക്കാരിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും കരുതലിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും ഫലമായാണ് കോവിഡ് മൂലമുള്ള മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജനത ഈ മഹാമാരിയുടെ വിപത്ത് ഉൾക്കൊള്ളാതെ പോകുന്നു. നമ്മുടെ വളരെ ചെറിയൊരു അശ്രദ്ധ മതി ഈ രോഗം പടർന്നു പിടിക്കാൻ. ഓർക്കുക, നമ്മുടെയും കുടുംബത്തിന്റെയും നാടിന്റെയും സുരക്ഷ നമ്മുടെ കൈകളിലാണ്. പൊതുസ്ഥലങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, തുരത്താം ഈ മഹാമാരിയെ. അപ്പസ്തോലിക പിതാക്കന്മാരെ കുറിച്ചുള്ള ആദ്യ ഭാഗത്തിൽ വിശുദ്ധ ക്ലീമിസ് പിതാവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞയാഴ്ച പഠിച്ചു. ഇന്ന് വിശുദ്ധ ഇഗ്നാത്തിയോസ്, വിശുദ്ധ പോളികർപ്പോസ് എന്നിവരെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലേഖ ജെയിംസ് ആൻറ്റി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇതിനുശേഷം ചോദ്യമുണ്ട്, ഉത്തരമുണ്ട്, സമ്മാനങ്ങളുമുണ്ട്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിനയത്തിന്റെ മാതൃക പഠിപ്പിക്കുവാനായി ഒരു ശിശുവിനെ വിളിച്ച് അരികെ നിർത്തി. നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവ് അരികെ വിളിച്ചു നിർത്തിയ ഈ ശിശു വിശുദ്ധ ഇഗ്നാത്തിയോസ് ആയിരുന്നു എന്നാണ് പാരമ്പര്യം. ഇദ്ദേഹം അന്ത്യോക്യയിലെ മൂന്നാമത്തെ ബിഷപ്പായി തീർന്നു. അന്ത്യോക്യയിലും സമീപ പ്രദേശത്തും ഉണ്ടായിരുന്ന ക്രിസ്തീയ സഭകൾക്ക് ധീരമായ നേതൃത്വം നൽകിയ ആളാണ് വിശുദ്ധ ഇഗ്നാത്തിയോസ്. അദ്ദേഹം ബാല്യകാലത്ത് ഒരു അടിമ ആയിരുന്നുവെന്നും പിൽക്കാലത്ത് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യനായി തീർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. സ്ലീഹന്മാരിൽ തലവന്മാരായ പത്രോസുമായും പൗലൂസുമായും അടുത്ത് ഇടപഴകുവാനും ഇഗ്നാത്തിയോസിന് അവസരമുണ്ടായി. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ ഇദ്ദേഹം ഇഗ്നാത്തിയോസ് നൂറോണോ അഥവാ തീക്കെടുത്ത മാർ ഇഗ്നാത്തിയോസ് എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ ഇഗ്നാത്തിയോസിന്റെ 7 ലേഖനങ്ങൾ ക്രൈസ്തവ പാരമ്പര്യത്തിന് അദ്ദേഹം നൽകിയ വലിയ സംഭാവനകളാണ്. അവയിലെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. 1. ക്രിസ്തുവിനെ ദൈവമെന്ന് വ്യക്തമായി പറയുന്നു. 2. സഭയുടെ പൗരോഹിത്യ ഗണത്തിന് 3 വിഭാഗങ്ങൾ, എപ്പിസ്കോപ്പ, കശീഷ, ഷമ്മാശൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. 3. സഭയുടെ ഐക്യം മെത്രാപോലിത്തായിൽ പ്രകാശിപ്പിക്കണം. മെത്രാപോലിത്ത യേശുക്രിസ്തുവിന്റെ പ്രതീകം ആണ്. ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ സഭയിലെ ഇടയന്മാരായിരുന്നുവല്ലോ ആദ്യ ബലിയാടുകൾ. ഇഗ്നാത്തിയോസും ബന്ധനസ്ഥനായി അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ട്രേജൻ ചക്രവർത്തിയുടെ ക്രൈസ്തവ മതപീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ആ യാത്ര അവിസ്മരണീയമാണ്.
പട്ടാളക്കാരുടെ അകമ്പടിയോടെ റോമിലേക്ക് ക്രൈസ്തവരായ തടവുകാരുടെ ദീർഘമായ യാത്ര റോമാ സാമ്രാജ്യത്തിലെ നിത്യസംഭവമായിരുന്നു. ഇഗ്നാത്യൂസ് തൻ്റെ യാത്രയെ മഹത്തരമായ രക്തസാക്ഷിത്വം എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥീകരിക്കുവാനുള്ള ജൈത്ര യാത്രയായിട്ടാണ് കണ്ടത്. യാത്ര ഫിലാഡൽഫിയ, സർദീസ്, സ്മിർണ മുതലായ സ്ഥലങ്ങളിൽ കൂടിയായിരുന്നു. അവിടെയെല്ലാം വെച്ച് സഭാംഗങ്ങളെ കാണുകയും പല സഭകൾക്കും ലേഖനങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു. ഈ കത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയം റോമിലേക്ക് എഴുതിയ കത്താണ്. താൻ റോമിലേക്ക് ചെല്ലുന്നു എന്ന് റോമിലെ സഭ അറിയുമ്പോൾ തന്നെ വിടുവിക്കാൻ അവർ ശ്രമിച്ചേക്കും എന്ന് വിചാരിച്ച് തന്നെ രക്തസാക്ഷിത്വത്തിന് അനുവദിക്കണം എന്നെഴുതി. അദ്ദേഹം അതിൽ അവരോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ്. മൃഗങ്ങളുടെ പല്ലുകളാൽ ഞാൻ ഞെരിച്ചു പൊടിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ കുർബാന അപ്പമായി ഞാൻ മാറട്ടെ. സ്മിർനായിൽ തന്നെ ശുശ്രൂഷിച്ച പോളികാർപ്പസിനും അദ്ദേഹം കത്തെഴുതി. അദ്ദേഹം റോമിലെത്തി അധികം താമസിയാതെ പ്രസിദ്ധമായ ആംഫി തിയേറ്ററിൽ മൃഗങ്ങൾക്ക് ഇരയായി. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ റോമിലെ ക്രിസ്ത്യാനികൾ സൂക്ഷിച്ചു വയ്ക്കുകയും പിൽക്കാലത്ത് അത് അന്ത്യോക്യയിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു. സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പോസ് ആദിമ സഭാ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രക്തസാക്ഷിയായ പിതാവാണ് വിശുദ്ധ പോളികാർപ്പോസ്. സമൃദ്ധമായ ഫലങ്ങൾ എന്നാണ് പോളികാർപ്പോസ് എന്ന ഗ്രീക്ക് നാമത്തിൻ്റെ അർത്ഥം. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഐറേനിയോസിൽ നിന്നാണ്. കൂടാതെ 4-ാം നൂറ്റാണ്ടിൽ പിയോനിയസ് എന്ന വ്യക്തിയിൽ എഴുതപ്പെട്ട ഒരു കൃതിയും വിശുദ്ധ പോളികാർപ്പോസിനെ കുറിച്ചുണ്ട്. റോമാ സാമ്രാജ്യത്തിലെ ഏഷ്യൻ പ്രവിശ്യയിലെ സ്മിർനായിൽ ജനിച്ചു വളർന്ന പോളികാർപ്പോസ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യനായി ചെറുപ്പത്തിലേ ചേർന്നു. തെർത്തുല്യൻ പറയുന്നത് പോളികാർപ്പോസിനെ എപ്പിസ്കോപ്പയായി പട്ടം കൊടുത്ത് സ്മിർനായിൽ തന്നെ നിയമിച്ചതും വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് എന്നാണ്. പുറജാതി മതവൈരാഗ്യങ്ങളുടെയും യഹൂദ തീവ്രവാദികളുടെയും എതിർപ്പുകളുടെ മധ്യത്തിലാണ് പോളികാർപ്പോസിന് പ്രവർത്തിക്കേണ്ടി വന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസിന്റെ രക്തസാക്ഷ്യത്തിനായുള്ള യാത്രയിൽ സ്മിർനായിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് പരിചരിക്കുവാൻ പോളികാർപ്പോസിന് കഴിഞ്ഞു. പോളികാർപ്പോസ് സഭയിൽ അനുരഞ്ജനത്തിന്റെ വക്താവായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈസ്റ്ററിന് പൗരസ്ത്യർക്കും പാശ്ചാത്യർക്കും സ്വീകാര്യമായ ഒരു തീയതി കണ്ടുപിടിക്കുവാൻ അദ്ദേഹം യത്നിച്ചത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന തോന്നൽവാദം എന്ന സത്യവിശ്വാസ വിരുദ്ധതയെ സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പോസ് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിസ്താരവും രക്തസാക്ഷിത്വവും പ്രസിദ്ധമാണ്. ഭരണാധികാരി പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു എന്ന് ശപഥം ചെയ്താൽ നിങ്ങളെ ഞാൻ വിട്ടയക്കാം. പോളികാർപ്പോസ് അതിന് ഉത്തരം കൊടുത്തത്, 86 വർഷം ഞാൻ അവനെ സേവിച്ചു. അവൻ ഇതുവരെയും എന്നോടൊന്നും അന്യായമായി പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്നെ വീണ്ടെടുത്ത ആ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? പോളികാർപ്പോസിനെ അഗ്നിക്കിരയാക്കുവാൻ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ടും തീ അദ്ദേഹത്തിന് ചുറ്റും കുടം പോലെ മടിച്ചു നിന്നു. അതുകൊണ്ട് ചിതയിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊന്നിട്ട് മൃതശരീരം ദഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്മിർനായിലെ ക്രിസ്ത്യാനികൾ എടുത്ത് പ്രത്യേക സ്ഥാനത്ത് സംസ്കരിച്ചു. ആണ്ടുതോറും രക്തസാക്ഷിത്വ തീയതിയിൽ അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുക്കൽ അവർ കൂടി വരികയും അദ്ദേഹത്തെയും മറ്റ് രക്തസാക്ഷികളെ സ്മരിക്കുകയും ചെയ്യുന്ന പതിവ് സ്മിർനായിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്നു എന്നാണ് പോളികാർപ്പോസിൻ്റെ രക്തസാക്ഷിത്വം എന്ന രേഖയിൽ പറയുന്നത്. ഇതാണ് പരിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് ബഹുമാനിക്കുന്നതിൻ്റെയും ഓർമ്മപ്പെരുന്നാൾ കൊണ്ടാടുന്നതിൻ്റെയും ഏറ്റവും പുരാതന ചരിത്ര തെളിവ്.
കഴിഞ്ഞയാഴ്ചത്തെ ചോദ്യം അപ്പോസ്തോലിക പിതാവായ വിശുദ്ധ ക്ലീമീസിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള പുതിയ നിയമത്തിലെ വേദഭാഗം ഏതാണ് എന്നുള്ളതായിരുന്നു. ഫിലിപ്പിയർ 4-ാം അധ്യായം 3-ാം വാക്യം എന്നതായിരുന്നു ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്ന് സമ്മാനത്തിന് അർഹനായിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിൽ നിന്ന് ഉത്തരമയച്ച ആശിഷ് എസ് ജേക്കബാണ്. പ്രത്യേകം അഭിനന്ദിക്കുന്നു. ആദ്യം ലഭിച്ച ശരിയുത്തരം വയനാട്ടിൽ നിന്നുള്ള AP സണ്ണിയുടേതാണ്. അദ്ദേഹത്തിനും അഭിനന്ദനങ്ങൾ. 2 പേർക്കും സമ്മാനം ലഭിക്കും. ഇന്നത്തെ ചോദ്യം അപ്പോസ്തോലിക പിതാവായ വിശുദ്ധ പോളികർപ്പോസിന്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരങ്ങൾ SMS ആയോ വാട്സപ്പ് മെസ്സേജായോ ഇമെയിലായോ അയക്കാവുന്നതാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കേണ്ടത് 2020 ജൂൺ 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായി. എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. കാരണം ആദ്യം ലഭിക്കുന്ന ശരിയുത്തരത്തിനും സമ്മാനമുണ്ട്. പ്രിയമുള്ളവരെ, ഞായർ പള്ളിക്കൂടത്തെക്കുറിച്ച് ധാരാളം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. സൺഡേ സ്കൂൾ കുട്ടികൾക്കുള്ള പ്രത്യേക പഠന പരിപാടി എന്ന നിലയിലാണ് ഞായർ പള്ളിക്കൂടം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുത്തേണ്ട പ്രത്യേക വിഷയങ്ങൾ, വീഡിയോകൾ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. യോഗ്യമായവ ഇതിൽ ഉൾപ്പെടുത്തും. ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ഇന്ന് ബൈ പറയുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.